എല്ലാം 18 വരെ ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നുണ്ട്. അപ്പൊ 19 മുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 19th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡില് നമ്മൾ കൂടുതലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2023 നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യത്തെ ക്ലാസ് മുതലേ പറയുന്ന ഒരു കാര്യമാണ്. കൂടുതലും ICT എനേബിൾഡ് ആയിട്ടുള്ള ടീച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ICT എനേബിൾഡ് ആയിട്ടുള്ള ടീച്ചിങ്, അതായത് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 2023 കാണാൻ പറ്റുന്നത്. അതായത് ടിപ്പിക്കൽ ആയിട്ടുള്ള ഓൾഡ് സ്കൂൾ ടീച്ചിങ്ങിനെ പറ്റിയിട്ടൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഇല്ല. തിയറികളൊന്നും ബേസ് ചെയ്ത് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ടൂളുകൾ, മൈൻഡ് മാപ്പിംഗ് ടൂൾ ആയിക്കോട്ടെ, അതുപോലെ വെർച്വൽ ഫീൽഡ് ട്രിപ്പ് ടൂളുകൾ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏരിയകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ സ്വയം പ്രഭ, സ്വയം, അത് നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലും കാണുന്ന ഒരു ടോപ്പിക്കാണ്, ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. സ്വയം പ്രഭ, മൂക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഏരിയയൊക്കെ നല്ലപോലെ സ്ട്രോങ് ആക്കി വെക്കണം. ഓക്കെ. ഇപ്പൊ 19th ക്വസ്റ്റ്യൻ നോക്കാം. മിസ് സ്മിത്ത് വാണ്ട്സ് ടു ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ് ഫോർ ഹെർ സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് മൈൻഡ് മാപ്പിംഗ് ടൂളുകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. അപ്പൊ നമ്മൾ സാധാരണ മൈൻഡ് മാപ്പ്, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന മൈൻഡ് മാപ്പുകൾ ഞാൻ കൈകൊണ്ട് വരയ്ക്കുന്ന മൈൻഡ് മാപ്പാണ്. എനിക്ക് വേണമെങ്കിൽ ക്യാൻവ പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്തിട്ട് ഡിജിറ്റലി മൈൻഡ് മാപ്പ് ചെയ്യാം. പല രീതിയിൽ നമുക്ക് മൈൻഡ് മാപ്പ് ചെയ്യാം. അപ്പൊ മൈൻഡ് മാപ്പ് നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂളുകൾ ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സിന് അത് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ മൈൻഡ് മാപ്പിംഗ് ടൂളുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മിസ് സ്മിത്ത് വാണ്ട്സ് ടു ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ് ഫോർ ഹെർ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ്. പൂക്കളുടെ വിവിധ ഭാഗങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ് സ്മിത്ത് ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൂൾസ് വുഡ് ബി മോസ്റ്റ് സ്യൂട്ടബിൾ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മൈൻഡ് മാപ്പിംഗ് ടൂളുകൾ ഈ പറഞ്ഞേക്കുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെയാണ് മൈൻഡ് മാപ്പിംഗ് ടൂളുകൾ എന്നുള്ളതാണ്. ഇത് ഞാൻ ആ തന്ന മൈൻഡ് മാപ്പിൽ ഉണ്ടായിരുന്നതാണ്. അതിനകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏതൊക്കെയാണ് മൈൻഡ് മാപ്പിംഗ് ടൂളുകൾ എന്ന്? ഏതൊക്കെയാണ് മൈൻഡ് മാപ്പിംഗ് ടൂളുകൾ? പോഡ്കാസ്റ്റ് ആണ് അത്. പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റ് മൈൻഡ് മാപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? എന്താണ് പോഡ്കാസ്റ്റ്? പോഡ്കാസ്റ്റ് എന്താണ്? ഈ പോഡ്കാസ്റ്റ് കറക്റ്റ് അറിഞ്ഞൂടാ, പക്ഷെ ഈ ഇംഗ്ലീഷ്, അറബി ചാനലുകളൊക്കെ ഇതാവുമ്പോ അവരുടെ പോഡ്കാസ്റ്റിംഗ് സെഷൻ ഉണ്ടാവാറുണ്ട്. നമുക്ക് നേറ്റീവ്സ് ആയിട്ട് സംസാരിക്കാൻ കഴിയണ. യെസ്. ഓഡിയോ ആവാം, വീഡിയോ ആവാം. പോഡ്കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് ഒക്കെ പോലെയാണ്. അതിന്റെ ഒരു ചെറിയ വേർഷൻ. അതായത് ഒരു ചാനൽ നമ്മളിപ്പം കോൺവെർസേഷൻസ് ആയിരിക്കും, അത് നമുക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാം, വീഡിയോ ആയിട്ട് കാണുകയും ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള റെക്കോർഡ് ചെയ്ത് വെച്ച ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റിനെയാണ് നമ്മൾ പോഡ്കാസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഓഡിയോ മാത്രമാണെങ്കിൽ അതിന് ഓഡിയോ പോഡ്കാസ്റ്റ് എന്ന് വിളിക്കും, വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ പോഡ്കാസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഈ പോഡ്കാസ്റ്റ് മൈൻഡ് മാപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ സി വരുന്ന ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ എയോ ഡിയോ ആൻസർ ആയിട്ട് വരില്ല. ഇനി നമുക്ക് ബി ആണോ സി ആണോ എന്നുള്ളതാണ് ഡൗട്ട്. അപ്പൊ അത് മാം അതിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെ തന്നെയാണോ? അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന മിസ്റ്റേക്ക് ആണ്. പോഡ്കാസ്റ്റ് ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം എന്താണെങ്കിലും ഇല്ല. അപ്പൊ പോഡ്കാസ്റ്റിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. എന്താണെങ്കിലും അങ്ങനെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. അപ്പൊ പോഡ്കാസ്റ്റ് ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മൈറോ, കോഗിൾ, മൈൻഡ് മേസ്റ്റർ. അപ്പൊ അതിനകത്ത് മൈറോ, കോഗിൾ, മൈൻഡ് മേസ്റ്റർ എന്ന് പറയുന്നത് മൂന്നും മൈൻഡ് മാപ്പിംഗ് ടൂളുകളാണ്. എഡ് പസിൽ എന്ന് പറയുന്നത് ഒരു ക്വിസ് അല്ല, നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ലെസൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. എഡ് പസിൽ എന്ന് പറയുന്നത് ഹെൽപ്സ് ടു ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ ഇന്ററാക്റ്റീവ് വീഡിയോ ലെസൺസ്. Edpuzzle helps to create beautiful interactive video lessons. Edpuzzle helps to create beautiful interactive video lessons.
ഇനി ഇത് കൂടാതെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വേറൊരു മൈൻഡ് മാപ്പിംഗ് ടൂൾ ആണ് പോപ്ലെറ്റ്. POPPLET, പോപ്ലെറ്റ്. പോപ്ലെറ്റ് എന്ന് പറയുന്ന ഒരു മൈൻഡ് മാപ്പിംഗ് ടൂള് കൂടി ഉണ്ട്, അതും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ മൈറോ, കോഗിൾ, മൈൻഡ് മേസ്റ്റർ, പോപ്ലെറ്റ് ഇതെല്ലാം മൈൻഡ് മാപ്പിംഗ് ടൂളുകളാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഇവിടെ? A, B and D. ദാറ്റ് ഈസ് ഓപ്ഷൻ C. നെക്സ്റ്റ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഗോൾ ഓഫ് reciprocal teaching is to help students understand and think deeply what they have read. ആ വോട്ടും ദേയും തമ്മിലൊരു സ്പേസ് ഉണ്ട്. The goal of reciprocal teaching is to help students understand and think deeply what they have read. അതായത് റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ ഗോൾ എന്ന് പറയുന്നത്, അത് ഞാൻ ജസ്റ്റ് ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ട് എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയാം. റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ ഗോൾ എന്ന് പറയുന്നത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു ഹെൽപ്പ് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ആൻഡ് തിങ്ക് ഡീപ്ലി വാട്ട് ദേ ഹാവ് റെഡ്. എന്താണ് ഇപ്പൊ വായിച്ചത് എന്ന് മനസ്സിലാക്കാനും അതിനെപ്പറ്റി ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനും കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ ഗോൾ എന്നാണ് ക്വസ്റ്റ്യനിൽ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്? റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് നമ്മൾ ഒരു നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയില്ലേ, നമ്മളൊരു ഫാക്ടറിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നത്. അപ്പൊ 2/3 റെസിപ്രോക്കൽ എന്താണ്? 3/2 ആണ്. നമ്മൾ മാത്സിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയുന്നത് അതിനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യുക? തിരിച്ചിടുകയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ടീച്ചിങ്ങിലും റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ ആണ്. അതായത് ടീച്ചർ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു, കുട്ടി ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു റെസിപ്രോക്കൽ. അപ്പൊ ഇവിടെ ഒരു റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ ഗോൾ എന്താണ്? കുട്ടിയെ സഹായിക്കുക എന്നുള്ളതാണ്. കുട്ടി വായിച്ച കാര്യം മനസ്സിലാക്കാനും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും. കാരണം അവിടെ കുട്ടിക്കും ഈക്വൽ റോൾ ഉണ്ട് റെസിപ്രോക്കൽ ടീച്ചിങ്ങിൽ. അതേസമയം അതൊരു ടീച്ചർ ഓറിയന്റഡ് അപ്രോച്ച് ആയിരുന്നെങ്കിൽ കുട്ടിക്ക് ചിന്തിക്കാനുള്ള അവസരം അവിടെ ഉണ്ടാവില്ല. ടീച്ചർ പറഞ്ഞു കൊടുക്കും ഇതാണ് എന്നങ്ങ് പറഞ്ഞു കൊടുക്കും. കുട്ടിക്ക് സ്വയം ചിന്തിക്കാനുള്ള അവസരം അവിടെ കിട്ടുന്നില്ല. പക്ഷെ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ കുട്ടിക്കും ഈക്വൽ റോൾ അവിടെ ഉണ്ട്. അതായത് കുട്ടി എന്താണ് വായിച്ചതെന്ന് കുട്ടിക്ക് ഇരുന്നൊന്ന് ആലോചിക്കാനുള്ള സമയം കൊടുക്കുന്ന തരം ടീച്ചിങ് ആണ് റെസിപ്രോക്കൽ ടീച്ചിങ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. അഡാപ്റ്റീവ് ടീച്ചിങ് പ്രൊവൈഡ്സ് ഓൾ സ്റ്റുഡൻസ് വിത്ത് ചലഞ്ചിങ് instruction and uses support when needed, but removes these support as the students become able to handle more on their own. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്? ചലഞ്ചിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അതായത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? കൊടുക്കുക. അപ്പൊ ഒരു ഹോംവർക്ക് കൊടുക്കുക, ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഹോംവർക്ക് കൊടുക്കുക. അഡാപ്റ്റീവ് ടീച്ചിങ്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആൻഡ് യൂസസ് സപ്പോർട്ട്സ്. അതായത് കുട്ടിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എന്താണ്? കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക വെൻ നീഡഡ്, ബട്ട് റിമൂവ്സ് ദീസ് സപ്പോർട്ട് ആസ് സ്റ്റുഡൻസ് ബിക്കം ഏബിൾ ടു ഹാൻഡിൽ മോർ ഓൺ ദെയർ ഓൺ. അതായത് കുട്ടിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുക. ടാസ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കണം. അതായത് കുട്ടിക്ക് എടുത്താ പൊങ്ങാത്തൊരു ആക്ടിവിറ്റി ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ അങ്ങ് മാറി നിൽക്കുക എന്നുള്ളതല്ല അഡാപ്റ്റീവ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? കുട്ടിയെ ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. ഇപ്പൊ നീന്തൽ പഠിപ്പിക്കുമ്പോ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? പണ്ടൊക്കെ ആണെങ്കിൽ തേങ്ങ ഇങ്ങനെ, ഉണക്ക തേങ്ങ ഇങ്ങനെ എന്താണ് 2 ഹോൾ ഇട്ടിട്ട് കയർ അതിലേ കൂടെ കെട്ടിയിട്ട് എന്ത് ചെയ്യും? ഈ തേങ്ങയിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ നീന്തും. അല്ലെങ്കിൽ ആദ്യം കയ്യിൽ കിടന്ന് നീന്തും, പിന്നെ തേങ്ങയിൽ നീന്താൻ തുടങ്ങും, പിന്നെ പതുക്കെ ആ തേങ്ങ റിമൂവ് ചെയ്ത് നീന്തി തുടങ്ങും, അല്ലെ? അപ്പൊ അതേപോലെയാണ് അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് കുട്ടിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുക്കുകയാണ്, പക്ഷെ ആ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോരുമല്ല ചെയ്യുന്നത്. പകരം കുട്ടിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കും. കുട്ടി തനിയെ ചെയ്യാറാവുമ്പോൾ എന്താവും? നമ്മൾ ആ സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ആ ഹെൽപ്പ് നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഇതാണ് അഡാപ്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം എന്താണ്? ട്രൂ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ. ഇനി നമ്മള് ഈ അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ നമ്മൾ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ വൈഗോട്സ്കിയുടെ തിയറിയിൽ സ്കഫോൾഡിങ് എന്ന് പറയുന്ന ഒരു ടേം കണ്ടിട്ടുണ്ടാവും.
സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നിങ്ങൾ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ടേം ഒക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? സപ്പോർട്ട്, കുട്ടിക്ക് ഒരു സപ്പോർട്ട് നമ്മൾ സ്കഫോൾഡിംഗ് കൊടുത്തിട്ട് ഉയർത്തിക്കൊണ്ട്. അതെ, അതായത് കുട്ടിക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ്. അതായത് ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഒരു കുട്ടിക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് കിട്ടി, അപ്പൊ നമ്മൾ അതിനുള്ള ആൻസർ പറഞ്ഞു കൊടുത്തു. അത് സ്കഫോൾഡിങ്ങിൽ വരുമോ? അതെന്തുകൊണ്ട് സ്കഫോൾഡിങ്ങിൽ വരില്ല? കാരണം കുട്ടിക്ക് ചിന്തിക്കാനോ ഒന്നും ചെയ്യാനോ അവിടെ ഇല്ല, റിസൾട്ടിലേക്ക് പെട്ടെന്ന് എത്തുകയാണ് ചെയ്യണേ. കുട്ടി അതൊന്നും ചെയ്യണില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ? നമുക്ക് എങ്ങനെ സ്കഫോൾഡിങ് കൊടുക്കാൻ പറ്റുക? കുട്ടിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് കിട്ടി, നമ്മൾ ഏത് രീതിയിൽ സ്കഫോൾഡിങ് കൊടുക്കാം? കുട്ടിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളും സൂചനകളും കൊടുത്തുകൊണ്ട് പുതിയൊരു ആ പ്രോബ്ലം സോൾവിംഗിലേക്ക് എത്തിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട് എത്തിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് കുട്ടിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ്, അതായത് നമുക്ക് ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഒരു കുട്ടിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, നീ ഇന്നലെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ നിനക്ക് എന്താ കിട്ടിയത്? അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം കിട്ടി, അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടി ചിന്തിക്കാൻ തുടങ്ങും. ശരിയാണല്ലോ, അപ്പൊ അത് ഇതിവിടെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെ കുട്ടി തിങ്ക് ചെയ്യും. അങ്ങനെയുള്ള സൂചനകൾ കൊടുക്കുന്നതാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും കുട്ടിയുടെ ഹോംവർക്ക് പേരൻസ് എഴുതി കൊടുക്കുന്നത് സ്കഫോൾഡിംഗ് അല്ല, കുട്ടിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് സിസ്റ്റമാണ്. അല്ലാതെ കുട്ടിക്ക് ഒരു ടാസ്ക് മുഴുവനായിട്ട് ചെയ്തു കൊടുക്കുന്നതിന് സ്കഫോൾഡിംഗ് എന്ന് പറയില്ല. അപ്പൊ പലർക്കും ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പോ അത് എക്സാമ്പിൾ ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് സ്കഫോൾഡിംഗ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ആ രീതിയിലൊക്കെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇതിനകത്ത് നമുക്ക് അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ സ്കഫോൾഡിംഗ് നടക്കുന്നില്ലേ? അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ സ്കഫോൾഡിംഗ് കൊടുക്കും. കാരണം കുട്ടിക്ക് ഈ വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുക്കല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ സ്കഫോൾഡിംഗ് കൊടുക്കണം. അവിടെ പറയുന്നുണ്ട്, ബട്ട് റിമൂവ് ദി സപ്പോർട്ട് ആസ് സ്റ്റുഡൻസ് ബിക്കം ഏബിൾ ടു ഹാൻഡിൽ മോർ ഓൺ ദെയർ ഓൺ. അവര് തന്നെ ചെയ്യാറാവുമ്പോ ആ സപ്പോർട്ട് സിസ്റ്റം റിമൂവ് ചെയ്യാൻ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ 20യുടെ ആൻസർ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. ഓക്കെ, 21 ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അസസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഫോർമേറ്റീവ് അസസ്മെന്റ് ഉണ്ട്, ഒതന്റിക് ഉണ്ട്, ഇപ്സേറ്റീവ് ഉണ്ട്, പിയർ അസസ്മെന്റ് ഉണ്ട്. നമ്മൾ ഇവാലുവേഷൻ പറയുന്നത് പോലെ തന്നെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ മാർക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇവാലുവേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കും കൂടെ വരുന്നതാണ് അസസ്മെന്റ്. സിമിലർ ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകൾ തന്നെയാണ് ഇവാലുവേഷനും അസസ്മെന്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫോർമേറ്റീവ്, ഒതന്റിക്, ഇപ്സേറ്റീവ്, പിയർ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ടെസ്റ്റ് സ്കിൽസ് ആൻഡ് എബിലിറ്റി ടെസ്റ്റ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആസ് ദേ വുഡ് ബി അപ്ലൈഡ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ? ഇൻ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അതായത് ഒരു കുട്ടിയെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ആ കുട്ടിയുടെ സ്കില്ലിനെയും എബിലിറ്റിനെയും ടെസ്റ്റ് ചെയ്യുന്ന അസസ്മെന്റ് പ്രൊസീജിയറിനെ എന്ത് വിളിക്കുമെന്നാണ് ചോദ്യം. അതായത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ, അതായത് ഒരു കുട്ടിയുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വെച്ചുകൊണ്ട്, അതായത് നമ്മളൊരു എക്സാമിന് കൊണ്ടുപോയിട്ട് നമ്മളൊരു എക്സാം ഹാളിൽ ഇരുത്തിയിട്ട് കുട്ടീനെ അസസ് ചെയ്യുന്നതല്ല, കുട്ടിയുടെ റിയൽ ലൈഫ് സെറ്റിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, കുട്ടിയുടെ സ്കില്ലും എബിലിറ്റിയും ഒക്കെ അസസ് ചെയ്യുന്നതിനെ എന്താണ് വിളിക്കാന്നാണ് ചോദ്യം. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാ. എന്താ ഫോർമേറ്റീവ്? ക്ലാസ്സിന്റെ ഇടയിൽ ഇടയിൽ നടത്തുന്ന ടെസ്റ്റുകളാണ് ഫോർമേറ്റീവ്. അപ്പൊ ഫോർമേറ്റീവ് റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണോ? അല്ല. അപ്പൊ തന്നെ അത് ക്ലിയർ ആയി. എ നമ്മൾ കട്ട് ചെയ്തു. ഇനി ബി നോക്കാം. ഒതന്റിക് ഉണ്ട്, ഇപ്സേറ്റീവ് ഉണ്ട്, പിയർ ഉണ്ട്. ഒതന്റിക് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കാരണം ഏറ്റവും ഒതന്റിക് ആയിരിക്കും. ഒതന്റിക് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിലല്ലേ അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഒതന്റിക് ആയിരിക്കും. അവിടെ വേറെ പ്രത്യേകിച്ച് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം കുട്ടി ഏറ്റവും നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള അസസ്മെന്റ് പ്രൊസീജിയർ ആണത് ഒതന്റിക് എന്ന് പറയുന്നത്. മറ്റ് രണ്ട്
അസസ്മെന്റ് കൂടി നോക്കാം എന്താണെന്ന്. ഇപ്സേറ്റീവ് ഉണ്ട്, പിയർ ഉണ്ട്. മാം ഇപ്പൊ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടല്ലോ, 3 കുട്ടികൾ ഒരു സ്ത്രീ കുഴഞ്ഞു വീണപ്പോ ഫസ്റ്റ് എയ്ഡ് കൊടുത്തത്. അത് ഒതന്റിക് അസസ്മെന്റിൽ വരില്ലേ? കുട്ടികൾ രാവിലെ പഠിച്ച ഫസ്റ്റ് എയ്ഡിന്റെ ആ ഒരു മെത്തേഡ്. അതെ അതെ, അത് ഒതന്റിക് വരും. കാരണം അവിടെ നമ്മളൊരു റിയൽ ലൈഫ് സെറ്റിംഗ് അല്ലെങ്കിൽ പോലും അവിടെ നമ്മൾ സിമുലേറ്റ് ചെയ്യാണ്, അങ്ങനെ റിയൽ ലൈഫ് സെറ്റിംഗ് പോലെ. അതായത് നമ്മൾ സിമുലേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഈ മോക്ക് ഡ്രില്ലുകളൊക്കെ ഉണ്ടല്ലോ, മോക്ക് ഡ്രില്ലുകളൊക്കെ നമ്മൾ ഈ പോലീസുകാർക്കും പിന്നെ ആർമി ഓഫീസേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ് മോക്ക് ഡ്രില്ലുകളൊക്കെ കൊടുക്കും. അപ്പൊ അത് ഇതേപോലെ ഒരു എന്തെങ്കിലും ബോംബ് ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയാം. അപ്പൊ അവരെങ്ങനെയാണ് ആ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും റിയൽ ലൈഫിൽ സംഭവിക്കുന്ന പോലെ തന്നെ. അപ്പൊ അവർ വിചാരിക്കുന്നത് ശരിക്കും സംഭവിച്ചതാണെന്നുള്ള ധാരണയിൽ തന്നെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം. കാരണം ഈവൻ ദോ റിയൽ ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിലും അതിനെ നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നതാണ്. സിമുലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിത്രീകരിക്കുന്നതിനെയാണ് സിമുലേഷൻ. 3 കുട്ടികളുടെ അത് റിയൽ ലൈഫിലാണോ? ഒരു സ്ത്രീ കൊഴിഞ്ഞു വീഴുമ്പോ ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോ ഓക്കെ അങ്ങനെയാണല്ലേ. അപ്പൊ അത് പക്ക റിയൽ ലൈഫ് സിറ്റുവേഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞ ചിലപ്പോ ഈ ക്ലാസ്സിനകത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഈ വിദേശ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ഒരാള് വന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊടുക്കും. എന്നിട്ട് ആ ചോക്ലേറ്റ് കൊടുത്തിട്ട് ആ കുട്ടീനെ എടുത്തോണ്ട് പോകും. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും ഓക്കെ അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതുണ്ട്. അത് മോക്കാണ്. റിയൽ ലൈഫിൽ ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് സിയും ഡിയും കൂടെ നോക്കാം, ഇപ്സേറ്റീവും പിയറും. ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ അസസ് ചെയ്യുന്നതാണ്. മറ്റേതൊക്കെ വേറൊരാളാണ് എന്നെ അസസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്സേറ്റീവ് അസസ്മെന്റിൽ ഞാൻ തന്നെയാണ് എന്നെ അസസ് ചെയ്യുന്നത്. പക്ഷെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രീവിയസ് പെർഫോമൻസുമായിട്ടാണ് ഞാൻ എന്നെ അസസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എനിക്ക് സെക്കൻഡ് സെമസ്റ്ററിലെ എന്റെ മാർക്സുമായിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, എന്റെ ഇപ്പോഴത്തെ മാർക്കിനെ കമ്പയർ ചെയ്യുവാണ്. ഞാൻ തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് അസസ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാ. കമ്പയറിംഗ് വിത്ത് അവർ ഓൺ പ്രീവിയസ് പെർഫോമൻസ്. കമ്പയറിംഗ് വിത്ത് അവർ ഓൺ പ്രീവിയസ് പെർഫോമൻസ്. കമ്പയറിംഗ് വിത്ത് അവർ ഓൺ പ്രീവിയസ് പെർഫോമൻസ്. അതാണ് ഇപ്സേറ്റീവ്. ഈ പറഞ്ഞ പോലെ അസസ്മെന്റുകളും ഇപ്പം കുറച്ച് നാളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്സേറ്റീവ് അസസ്മെന്റ്. കമ്പയറിംഗ് വിത്ത് അവർ ഓൺ പ്രീവിയസ് പെർഫോമൻസ്. ഇനി പിയർ അസസ്മെന്റ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതായത് ടീച്ചേഴ്സ് ഡിക്റ്റേഷൻ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ നമ്മുടെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ കൂടെയുള്ള ആളുകളാണ് നമ്മളെ അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ പിയർ അസസ്മെന്റ് എന്ന് പറയാം. പിയർ അസസ്മെന്റ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഒതന്റിക് അസസ്മെന്റ് ആണ്. അപ്പൊ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്നുള്ള കീവേഡ് കാണുമ്പോൾ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് ഇത് ഒതന്റിക് അസസ്മെന്റ് ആണ് എന്നുള്ളതാണ്. യെസ്, കറന്റ് പെർഫോമൻസ് ടു ദിയർ പാസ്റ്റ്. അത് തന്നെയാണ് ഞാൻ അത്രയും വലിച്ചു നീട്ടി പറയാത്ത. നിങ്ങൾക്ക് റിവിഷന്റെ സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ കിടന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ്. പിയർ അസസ്മെന്റ് ഒന്നും കൂടി പറയോ? ഏതാണ് പിയർ അസസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആള് തന്നെ നമ്മുടെ പെർഫോമൻസിനെ അസസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ അത് ഒതന്റിക് അല്ല, അത് റിയൽ ലൈഫ് സെറ്റിംഗ് അല്ലല്ലോ. നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴല്ലേ നടക്കുന്നത്. അത് നമ്മളെ മറ്റേ ആള് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ ഒതന്റിക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയണമെന്ന് പോലും ഇല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുവാണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഡെഫിനേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഡെഫിനേഷൻ ഒന്നും നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കരുത്. അതായത് ആദ്യം നിങ്ങൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വേർഡ് മതി അത് റിവൈസ് ചെയ്യുമ്പോൾ കണക്ട് ആവാൻ. അപ്പൊ എപ്പോഴും നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ആ രീതിയിൽ നോട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിലാണ് അതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ ഡെഫിനിഷൻ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റിവിഷന്റെ ടൈമിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം അത്രയും വലിയ ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അത്രയും വലിയ ഡെഫിനേഷൻ വായിക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പൊ നിങ്ങൾ ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കുക.
അതായത് എല്ലാത്തിന്റെയും കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആ മൈൻഡ് മാപ്പിൽ ചെയ്യുന്ന ടെക്നീക്ക് ഒരു പരിധി വരെ അങ്ങനെയാ ചെയ്യുന്നത്. ചിലതൊക്കെ ഞാൻ ഇത്തിരി ഡെഫിനേഷൻ പോലെ എഴുതുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി ചില കോൺസെപ്റ്റുകളൊക്കെ പുതിയതായതുകൊണ്ട് അത് എന്താണെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചില ഡെഫിനിഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെയ്യേണ്ട കാര്യം വളരെ ക്രിസ്പായിട്ട്, ഈസും വാസും ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല, സെന്റൻസ് ഒന്നും ആക്കണമെന്നില്ല, വേർഡുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. നെറ്റിലെ ഏറ്റവും വലിയൊരു എന്താണ് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പറയുവാണെങ്കിൽ റിവിഷൻ ആണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, പഠിച്ച കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ റിസൾട്ടിലേക്ക് എത്തിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്കിത് എന്താണെങ്കിലും എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പൊ ഈ റിവൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്രിസ്പ് ആയിട്ടുള്ള നോട്ട് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ എന്താണെങ്കിലും എക്സാമിന്റെ ഒരാഴ്ച മുന്നേ വലിയ നോട്ടൊന്നും നമ്മൾ എന്താണെങ്കിലും വീണ്ടും വായിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്, പേപ്പർ 1-നെങ്കിലും, പേപ്പർ 2-ന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പേപ്പർ 2-ന്റെ സിലബസ് വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ക്രിസ്പ് ആയിട്ട് ഒരു നോട്ട് നിങ്ങൾക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പേപ്പർ 1-നെങ്കിലും അങ്ങനെ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ മൈൻഡ് മാപ്പ് ചെയ്യുന്നത് പോലെ വേർഡുകൾ മാത്രം വെച്ചാൽ മതി. ആദ്യം നിങ്ങൾ ഈ കോൺസെപ്റ്റ് വായിച്ച് പഠിക്കുക. അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യമേ പോയിട്ട് മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യുമല്ല, നിങ്ങൾ ഒരു ടോപ്പിക്ക് എടുക്കുക, ആ ടോപ്പിക്ക് നിങ്ങൾ ഇരുന്ന് നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് പഠിച്ചതെല്ലാം ഒന്ന് റീകളക്ട് ചെയ്യില്ലേ, റീകളക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഈ സംഭവങ്ങൾ ഫെമിലിയർ ആണ്. അപ്പൊ വേർഡ്സുകൾ വെച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, മൈൻഡ് മാപ്പ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മൈൻഡ് മാപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും, ഇതാണ് എന്നുള്ള കാര്യം ഓർമ്മ വരും. അപ്പൊ ഈ മൈൻഡ് മാപ്പ് ആയിരിക്കണം നിങ്ങൾ എക്സാമിന്റെ മുന്നേ ആയിട്ട് റിവൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് മറന്നുപോകും. അപ്പൊ പേപ്പർ 1-ന് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, പേപ്പർ 2-ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പേപ്പർ 2-ന്റെ സിലബസ് വാസ്റ്റ് ആയതുകൊണ്ട് എല്ലാത്തിനും ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലേക്ക് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിളും ആണ്. അത് അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ 1-ന്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ 2 മാത്രം നോക്കിയാൽ മതിയല്ലോ. പേപ്പർ 1 നിങ്ങൾക്ക് വളരെ ക്രിസ്പായി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ അത്രയും സമയം നിങ്ങൾക്ക് പേപ്പർ 2 റിവൈസ് ചെയ്യാൻ കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാമിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും കൂടെ ആയിരിക്കണം. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് മറന്നു പോവുകയും ചെയ്യും. അപ്പൊ അത് ഒരാളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 22 നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി എലമെന്റ്സ് ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗ്? കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? പരസ്പരം സഹായിച്ചുകൊണ്ടുള്ള ലേണിംഗ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. നിങ്ങൾ ഈ കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ആണല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ ഒന്നും വേണ്ട എന്ന് പലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. കോപ്പറേറ്റീവ് ലേണിംഗ്, സജിത ഡി പറഞ്ഞിട്ടുണ്ട്, ഡി ആണ് റൈറ്റ് ആൻസർ. ABCDE എല്ലാം വരും. എന്താണെന്ന് പറയാം. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടുള്ള ലേണിംഗ് ആണ് അല്ലെ കോപ്പറേറ്റീവ്. ഓരോന്നായിട്ട് നോക്കാം. ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി. എന്താണ് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഓരോരോ വ്യക്തി. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരാൾ അക്കൗണ്ടബിൾ ആവുക എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഒരു കമ്പൈൻ സ്റ്റഡി നടത്തുവാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, കമ്പൈൻ സ്റ്റഡി നടത്തുവാണ്, അതൊരു കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് പരസ്പരം നിങ്ങൾ കോപ്പറേറ്റീവ് അല്ലേ. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടയ്ക്ക് കാണാം കുറച്ച് പേര് ഇരുന്നിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തുക, അതൊരു കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. അപ്പൊ ഈ കോപ്പറേറ്റീവ് ലേണിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, അതായത് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഒരാളായിരിക്കും അത് ലീഡ് ചെയ്യുന്നത് അല്ലെ കോപ്പറേറ്റീവ് ലേണിംഗിൽ. അപ്പൊ നമുക്ക് ഇന്ന കാര്യം നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്.
അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിൾ ആയിരിക്കണം. അക്കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ ആ ആള് പറയുന്ന സാധനം തെറ്റാണെങ്കിൽ അവിടെ ലേണിംഗ് നടക്കുമോ കൃത്യമായിട്ട്? അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വൽ എന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അതാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിൾ ആവുമ്പോഴാണ് ആ ഒരു ഗ്രൂപ്പ് ലേണിംഗ് എന്താവുന്നത്? ഇഫക്റ്റീവ് ആവുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, പോസിറ്റീവ് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. അതായത് നമ്മൾ പോസിറ്റീവ്ലി ഇന്റർഡിപ്പെൻഡ് ചെയ്യണം, അല്ലാതെ നമ്മൾ ഈഗോ അടിച്ച് അയാള് ഇങ്ങനെ കേറി പറയുന്നു, നമ്മൾ എന്താ, നമുക്ക് എന്താ വിവരമില്ലേ എന്ന് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കോപ്പറേറ്റീവ് ലേണിംഗ് നടക്കില്ല. അപ്പൊ ഒരു പോസിറ്റീവ് ഇന്റർഡിപ്പെൻഡൻസ് ഉണ്ടാവണം. അയാൾ ഇന്ന ടോപ്പിക് എടുക്കുന്നു, അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ആ രീതിയിൽ നമ്മൾ അതിനെ എടുക്കണം. അപ്പൊ ഒരു പോസിറ്റീവ് ഇന്റർഡിപ്പെൻഡൻസ് വേണം കോപ്പറേറ്റീവ് ലേണിങ്ങിന്. പിന്നെ പ്രൊമോട്ടീവ് ഇന്ററാക്ഷൻ, മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ററാക്ഷൻ ആയിരിക്കണം. ഇപ്പൊ ചിലരൊക്കെ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ ഒരു ദിവസം പോയിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം പോയില്ല. ചിലരെന്താണ് ഈ ചിലപ്പോൾ ലീഡ് ചെയ്യുന്ന ആള് മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്ന, അവിടെ നിൽക്കുക അങ്ങനെയൊന്നും അല്ല അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു വൈബ് കിട്ടില്ല പിന്നെ പഠിക്കാൻ. അപ്പൊ അത് എപ്പോഴും എന്തായിരിക്കണം? പ്രൊമോട്ടീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരിക്കണം. നിങ്ങൾ തന്നെ ഒരു കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും എന്നുള്ളത് അങ്ങ് ആലോചിച്ചാൽ മതി. അപ്പോ അത് ഇതിനുള്ള ആൻസർ കിട്ടും. പിന്നെ സോഷ്യൽ സ്കിൽ, ഒബ്വിയസ്ലി ഗ്രൂപ്പ് ലേണിംഗ് ആണ്, അപ്പൊ സോഷ്യൽ സ്കില്ല് മസ്റ്റ് ആയിട്ടും വേണം. ഒരാൾ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അയാൾക്ക് ഒരു സോഷ്യൽ സ്കില്ലില്ല. ബാക്കിയുള്ള ഒരു കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ സോഷ്യലൈസ് ചെയ്യാൻ എന്താണേലും. പിന്നെ ഗ്രൂപ്പ് പ്രോസസ്സിംഗ്, ഒബ്വിയസ്ലി അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, അപ്പൊ ഗ്രൂപ്പ് പ്രോസസ്സിംഗ് വേണം. അപ്പോ ABCDE, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. മാം ഒരു സംശയമുണ്ടല്ലോ, പറഞ്ഞോട്ടെ. ഈ ഒന്നാമത്തെ ഓപ്ഷൻ ഇല്ലേ, ഒന്നാമത്തെ ഓപ്ഷൻ ഇതില് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞപ്പോ മാം പറഞ്ഞത് കോപ്പറേറ്റീവ് ലേണിംഗ് ഒരു കുട്ടി പറയണത് കറക്റ്റ് ആയിരിക്കണം എന്നാണ് എന്ന് പറഞ്ഞല്ലേ, ട്രസ്റ്റബിൾ ആയിരിക്കണം എന്ന്. അതെ. പക്ഷെ കോപ്പറേറ്റീവ് ലേണിംഗ് ഇപ്പൊ നമ്മൾ പെഡഗോഗിക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞപ്പോ കോപ്പറേറ്റീവ് ലേണിംഗിൽ ഓൾറൗണ്ടർ അധ്യാപകനായിരിക്കും. അധ്യാപകൻ ഒരു കോർഡിനേറ്ററെ നിശ്ചയിക്കും, ടോപ്പിക് കൊടുക്കും, എന്നിട്ട് ഈ കോർഡിനേറ്റർ ആ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്ത് ഓരോ കുട്ടിക്ക് കൊടുക്കും. എന്നിട്ട് ആ കുട്ടി അതിനെ ഓരോ കുട്ടികളും അതില് ഒരുമിച്ചായിരിക്കും. അധ്യാപകൻ ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ആയിട്ട് തന്നെ ഇരുന്നിട്ട്, പക്ഷെ ഓരോ ആൾക്ക് ഡിവൈഡ് ചെയ്ത് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കി പ്രസന്റ് ചെയ്യും. അപ്പൊ അതിലെ മിസ്റ്റേക്കുകൾ അധ്യാപകൻ നേരത്തെ തയ്യാറാക്കി വെച്ച പോയിന്റ്സ് ഉപയോഗിച്ച് മിസ്റ്റേക്ക് തിരുത്തും എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മിസ്റ്റേക്ക് സംഭവിക്കാം, എന്നിട്ട് അത് അധ്യാപകന്റെ മേൽനോട്ടത്തിൽ തിരുത്തപ്പെടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് പക്ഷെ അക്കൗണ്ടബിൾ എന്ന് പറയുന്നത് നമുക്ക്, അതായത് ഒന്നോ രണ്ടോ മിസ്റ്റേക്ക് വരാം, അത് മനുഷ്യ സഹജമല്ലേ. അതായത് നമുക്ക് എറർ ഫ്രീ ആയിട്ട് എവിടെയും ലേണിംഗ് നടക്കുന്നില്ല. അതിപ്പോ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ പോലും ടീച്ചറിനും മിസ്റ്റേക്സ് വരാലോ. എറർ ഫ്രീ എന്നല്ല, പക്ഷെ നമുക്ക് അയാൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. അതായത് എറർ ഫ്രീ എന്നല്ല ഉദ്ദേശിക്കുന്നത്. എറർ ഫ്രീ എന്നല്ല, നമുക്ക് അയാൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. അതായത് നമുക്ക് അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ വിക്കിപീഡിയ നോക്കുന്നു, വിക്കിപീഡിയ നമ്മൾ അക്കൗണ്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് പക്ഷെ ഒട്ടും അക്കൗണ്ടബിൾ അല്ലെങ്കിലോ, അതിനകത്ത് തരുന്ന മുഴുവൻ സാധനങ്ങളും തെറ്റാണെങ്കിൽ നമുക്ക് അതിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏത് ഒരു ഗൈഡ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ചിലപ്പം ഓപ്ഷൻസിലൊക്കെ മിസ്റ്റേക്ക് കാണും. പക്ഷെ നമുക്കത് അക്കൗണ്ടബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് എറർ ഫ്രീ എന്നല്ല, അതൊരു ഐഡിയൽ കേസ് അല്ലേ, ഒരു തെറ്റും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഈ സ്റ്റുഡൻസ് ആണ് ഇതെല്ലാം നടത്തുന്നത്, ടീച്ചർ അവിടെ വരുന്നില്ല കോപ്പറേറ്റീവ് ലേണിംഗിൽ. അപ്പൊ അവിടെ എറർ ഫ്രീ ആവുക എന്ന് പറയുന്ന ഒരു ഐഡിയൽ കേസ് അവിടെ സാധ്യമല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവിടെ ടീച്ചർ ലീഡറിനെ സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുട്ടിക്ക് വർക്ക് അസൈൻ ചെയ്യുമ്പോഴും അവിടെ കുട്ടിക്ക് അത് പറ്റുമോ, ആ കുട്ടി അതിന് ഏബിൾ ആണോ നോക്കിയിട്ടാണ്. അതല്ലാതെ ക്ലാസ്സിൽ ഒട്ടും പെർഫോം ചെയ്യാത്തൊരു കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു റോൾ അവിടെ കൊടുക്കില്ല. കാരണം ആ കുട്ടി അക്കൗണ്ടബിൾ അല്ല, ഒട്ടും അക്കൗണ്ടബിൾ അല്ല. അതിന്റെ അർത്ഥം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും തെറ്റ് വരുത്തില്ല എന്നല്ല. ആ കുട്ടിക്ക് തെറ്റ് വരും, പക്ഷെ കമ്പാരിറ്റീവ്ലി അക്കൗണ്ടബിൾ ആണ് ആ കുട്ടി. നമ്മൾ എറർ ഫ്രീ എന്ന് പറയുമ്പോൾ അതൊരു ഐഡിയൽ കേസായി. അത് നമുക്ക് എവിടെ പോസിബിൾ അല്ല, ടീച്ചർക്കും തെറ്റ് വരാം. അപ്പൊ എറർ ഫ്രീ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. അക്കൗണ്ടബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റില്ലാത്തത് എന്നല്ല,
നമുക്ക് അയാൾ എന്ത് ചെയ്യാൻ പറ്റണം, ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നാണ്. അതിന്റെ അർത്ഥം അയാൾ ഒരിക്കലും മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യില്ല എന്നുള്ളതല്ല. അതൊരു ഐഡിയൽ കേസ് ആണല്ലോ. അത് നമുക്ക് ഒരു കേസിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എറർ ഫ്രീ എന്നുള്ളതൊരു എക്സ്ട്രീം കേസാണ്. ആ ഒരു അർത്ഥത്തിലേക്ക് പോകണ്ട. ആ ഓക്കെ, അതെന്തായാലും ടീച്ചർ തന്നെയാണ്. കാരണം കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി ടീച്ചറിന്റെ അടുത്ത് തന്നെയാണ് പോവുക. അത് പറഞ്ഞത് കറക്റ്റ് ആണ്. പിന്നെ അത് എന്ത് ഓറിയന്റഡ് ആയിരിക്കും? എന്ത് ഓറിയന്റഡ് ലേണിംഗ് ആണ്? ടീച്ചർ, സ്റ്റുഡന്റ്, സ്റ്റുഡന്റ് സെൻട്രിക്കിലാണ് നമ്മൾ, സ്റ്റുഡന്റ് സെൻട്രിക് ഇതിലാണ് ഇത് പഠിക്കാറ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ലേണർ സെന്റേർഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് സെൻട്രിക് ആണ്. കാരണം അവിടെ സ്റ്റുഡൻസിനാണ് അവിടെ എന്താണ്, അതായത് അവരുടെ ഇൻഡിവിജ്വൽ സേക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ടീച്ചർ വെറുതെ വന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല അല്ലെ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡി ആണ് നമ്മുടെ ആൻസർ വരിക. ഇനി CBCS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ വന്നത് CBCSന്റെ ഭാഗമായിട്ടാണ്. അതിനു മുന്നേ CSS ആയിരുന്നു. ഇപ്പോ CBCS എന്താണ്? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഗ്രേഡിംഗ് ഇതൊരു നമ്മള് മാർക്കിംഗ് സ്കീം വരുന്ന ഒരു ഏരിയ ആണ്. അതായത് ഇതിന് മുന്നേ CSS ഉണ്ടായിരുന്നു. CSSന്റെ ഫുൾ ഫോം ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. അതായത് മാർക്കിംഗ് സ്കീമാണ് CSS വരുന്നത്. ഇവിടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന 2014-15 ആ സമയത്തൊക്കെയാണ് CBCSലേക്ക് മാറുന്നത്. കറക്റ്റ് ഇയർ ഞാൻ ഓർക്കുന്നില്ല. എന്താണെങ്കിലും ആ ഒരു 2013-14 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം മാർക്കിൽ നിന്ന് ഗ്രേഡിലേക്ക് മാറി എന്നുള്ളതാണ് ഒരു ചേഞ്ച് CBCSലേക്ക് വന്നപ്പോ. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചോയ്സ് ബേസ്ഡ് ആണ്. അവിടെ തന്നെ അതുണ്ട്, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ള അതിന്റെ ഫുൾ ഫോമിൽ തന്നെ അതിന്റെ മെയിൻ പോയിന്റുകളൊക്കെ ഉണ്ട്. ചോയ്സ് ബേസ്ഡ്, അതായത് നമുക്കൊരു ഇലക്റ്റീവ് ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ ചോയ്സ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇലക്റ്റീവ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. അതായത് നമ്മുടെ കോർ സബ്ജക്റ്റിന്റെ കൂടെ ഒരു പേപ്പർ നമുക്ക് ഇലക്റ്റീവ്, അത് നമ്മുടെ ചോയ്സ് ആണ് ഏതെടുക്കണം എന്നുള്ളത്. ഇപ്പൊ PGക്കൊക്കെ നിങ്ങൾക്ക് ഇലക്റ്റീവ് എടുത്തിട്ടുണ്ടാവും, UGക്കും നിങ്ങൾക്ക് ഇലക്റ്റീവ് ഉണ്ടാവും. CBCS ആണ് നിങ്ങൾ പഠിച്ചെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് അങ്ങനെ നമുക്കൊരു ചോയ്സ് ഉണ്ട് അവിടെ. ഒരു പേപ്പർ നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് നമുക്ക് ഒരു സെമസ്റ്ററിൽ എടുക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ചോയ്സ് ബേസ്ഡ് എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റുകളാണ്, മാർക്കല്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്രെഡിറ്റ്സ് ആണെന്നുള്ളതായിരിക്കും. എത്ര ക്രെഡിറ്റ്സ് ആണ്? 30 ക്രെഡിറ്റ്സ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാർക്കല്ല, അത് ഒരു ഗ്രേഡിന് ഇപ്പൊ A ഗ്രേഡിന് ഇത്ര ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ A ഗ്രേഡിന് 10 ആയിരിക്കും ചിലപ്പോൾ ക്രെഡിറ്റ്. അപ്പൊ അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കിന് പകരം നമ്മൾ എന്താണ്? ക്രെഡിറ്റ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗ്രേഡ് ആണ് വരുന്നത്. അപ്പൊ അതിൽ തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ള സംഭവം വരുന്നുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതിന് മുന്നേ ആയിട്ട് എന്താണ് CBCS എന്നുള്ളതെന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. അക്കോർഡിംഗ് ടു UGC ഗൈഡ് ലൈൻസ് ഓൺ സ്ട്രക്ചർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, ദ ലെറ്റർ ഗ്രേഡ് B obtained by a student in a course corresponds to grade point of B ഗ്രേഡ് കിട്ടുന്ന ഒരു കുട്ടിക്ക് എത്രയായിരിക്കും ഗ്രേഡ് പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ CBCS എന്ന് പറയുന്നത് ഒരു 10 ഗ്രേഡ് പോയിന്റ് വരുന്ന മാർക്കിംഗ് സ്കീമാണ്. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചോ, O ഔട്ട്സ്റ്റാൻഡിങ് 10 ഗ്രേഡ് പോയിന്റ് 10 ആണ് വരിക. O എന്നാണ് കുട്ടിയുടെ ഗ്രേഡ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ്. അതിനുള്ള ഗ്രേഡ് പോയിന്റ് എത്രയാണ്? 10. O ഔട്ട്സ്റ്റാൻഡിങ് 10. A പ്ലസ്, കുറെ പേര് C പറയുന്നുണ്ട്. കറക്റ്റ് ആണ്, C തന്നെയാണ്. A പ്ലസ് എക്സലന്റ് 9. A പ്ലസ് എക്സലന്റ് 9. A പ്ലസ് എക്സലന്റ് 9. A വെരി ഗുഡ് 8. A വെരി ഗുഡ് 8. B പ്ലസ്, നമ്മുടെ അടുത്ത് ചോദിച്ച B ആണ്. B പ്ലസ് ഗുഡ് 7. B പ്ലസ് ഗുഡ് 7. B above average 6. B above average 6. C
average 5. C, average 5. P, pass 4. P, pass 4. F, fail 0. F, fail 0. A, B, absent 0. ഇങ്ങനെയാണ് CBCSന്റെ ഗ്രേഡ് പോയിന്റ് വരിക. 10, 9, 8, 7, 6, 5, 4 പിന്നെ 2, 0. O, A+A, B+B, C, P, F, AB. അപ്പൊ ഇവിടെ B ഏതിലാണ് വരിക? 6 ആണ് അല്ലേ? 6 ആണ് അതിന്റെ ഗ്രേഡ് പോയിന്റ് വരിക. ഗ്രേഡ് ബിയുടെ പോയിന്റ് എത്രയാണ്? 6 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ സി ആണ് അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതറിയാം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷൻ ICT ടൂളും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ കാണുന്ന ഏരിയ ആണ്. നോക്കി, ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ. എന്താണ് ഈ സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആണ്. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയാറില്ലേ? അപ്പൊ ആ സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷന്റെ കോണ്ടെക്സ്റ്റിൽ, അതിന്റെ സിറ്റുവേഷനിൽ ഏതൊക്കെ ICT ടൂളുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്? ബ്രെയിൽ സ്ക്രിപ്റ്റ് അല്ലെ? ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് പുസ്തകങ്ങൾ വായിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ബ്രെയിൽ സ്ക്രിപ്റ്റ്. അപ്പൊ ബ്രെയിൽ സ്ക്രിപ്റ്റ് എന്താണ്? സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ICT എനേബിൾഡ് ആക്കാൻ വേണമെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷനൊക്കെ വഴി, അത് ടാബിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ബ്രെയിൽ സ്ക്രിപ്റ്റുകളൊക്കെ കൊണ്ടുവരുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാം. ഇപ്പൊ ബ്രെയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി ഫ്ലാഷ് ഡിസ്ക് എന്താണ്? നമ്മൾ ഈ CD ഒക്കെ പോലെ തന്നെ വരുന്നതാണ്. അത് പ്രത്യേകിച്ച് സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷനിൽ അതിന് പ്രത്യേകിച്ചൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്റെ ജസ്റ്റ് സെക്കൻഡ്. ഇപ്പൊ ഫ്ലാഷ് ഡിസ്കിന് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷനിൽ പ്രത്യേകിച്ച് അതിനൊരു ഫംഗ്ഷൻ ഒന്നുമില്ല. ഇനി ഹെഡ് വാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചോ. യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഹെഡ് ബാൻഡുകൾ. സി പറഞ്ഞേക്കുന്നത് യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ഹെഡ് വാൻസ്. യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് little 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 or no control or use of their hands. Little or no control or use of their hands. അതായത് കൈകൾ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ലാത്ത ആളുകളും അല്ലെങ്കിൽ ഈ കൈകൾക്ക് കൺട്രോൾ ഇല്ലാത്ത ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഹെഡ് വാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാമല്ലോ അല്ലെ? ഒരു സെക്കൻഡ്, എന്റെ സ്ക്രീൻ ഔട്ട് ആയല്ലേ? ഓക്കെ. അപ്പൊ ഹെഡ് വാൻഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് മാഗ്നിഫയർ എന്നാലോചിച്ച് നോക്കിയേ. നമ്മൾ ടെക്സ്റ്റ് മാഗ്നിഫയർ എന്ന് പറയുമ്പോൾ എന്താണ്? കാഴ്ച ഒട്ടുമില്ലാത്തവർക്കല്ല, കാഴ്ച കുറവുള്ളവർക്ക് നമ്മൾ ഈ ടെക്സ്റ്റ് മാഗ്നിഫയറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ? ഇനി പോപ്ലെറ്റ് നമ്മൾ ഇന്ന് കണ്ടതാണ്. എന്തായിരുന്നു പോപ്ലെറ്റ്? മൈൻഡ് മാപ്പിംഗ് ടൂള്. മൈൻഡ് മാപ്പിംഗ് ടൂൾ ആണ്. അപ്പൊ അത് നമ്മൾ സ്പെഷ്യൽ നീഡ് എഡ്യൂക്കേഷന്റെ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണോ? അല്ല, അത് നമ്മൾ ജനറലി പറയുന്നതാണ്. അപ്പൊ ബ്രെയിൽ പറയാം, ഹെഡ് വാൻസ് പറയാം, ടെക്സ്റ്റ് മാഗ്നിഫയറുകളും പറയാം. A, C and D. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? A, C, D വരുന്ന ഓപ്ഷൻ D ആണ്. ക്ലിയർ ആണല്ലോ? ടീച്ചറെ ടെക്സ്റ്റ് മാഗ്നിഫയർ ഒന്ന് പറയാം. ലെഫ്റ്റ് ടൈപ്പ് ടെക്സ്റ്റ് മാഗ്നിഫയർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ ഇപ്പൊ ചെറിയ ലെറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ കാഴ്ച കുറവുള്ളവർക്ക് വേണ്ടിയിട്ട് അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്, അതിനെ കുറച്ചും കൂടി വലുതാക്കി കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ കാഴ്ച പരിമിതി ഉള്ളവർക്ക്, ഒട്ടും കാഴ്ച ഇല്ലാത്തവർക്കാണ് ബ്രെയിൽ യൂസ് ചെയ്യുക. കാഴ്ച കുറവുള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ടെക്സ്റ്റ് മാഗ്നിഫയറുകൾ ഉപയോഗിക്കാം. ഇനി പേപ്പർ 1 നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 ചോദ്യത്തില് നമ്മൾ DIയുടെ കാര്യമൊക്കെ പോട്ടെ, DI മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 45.
ഈ 45 ചോദ്യത്തില് 40 ചോദ്യങ്ങള് പ്രീവിയസ് ഇയറില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള വേർഡുകളും ടേംസുകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. 5 ചോദ്യങ്ങൾ ചിലപ്പം പ്രീവിയസ് ഇയറുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാതെ പുതിയ ടോപ്പിക്കൊക്കെ. ഇപ്പൊ കഴിഞ്ഞ തവണ മാനേജ്മെന്റിനൊക്കെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റിൽ നിന്ന് ഒരുപാട് പുതിയ ടേംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാല് 2 ക്വസ്റ്റ്യൻ ഒക്കെ ഒട്ടും പരിചയമില്ലാത്ത, നമ്മൾ പ്രീവിയസ് ഇയറിലൊന്നും എവിടെയും കാണാത്ത, എവിടെന്നോ എടുത്തുകൊണ്ട് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി ഈ ഡി ഐ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി 40 ചോദ്യങ്ങൾ, ഡി ഐയുടെയും ഇതും പോട്ടെ, നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷനും പോട്ടെ, 40 ചോദ്യത്തില് 35 ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ചെയ്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് കോംപ്രമൈസ്, അതായത് നമുക്ക് ഒരിക്കൽ ഇപ്പൊ എത്ര പഠിച്ചാലും ചിലപ്പോൾ ഒരു 5 ചോദ്യങ്ങള് നമ്മുടെ കയ്യിൽ നിൽക്കാത്തത് വരും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അത് ചിലപ്പോ കുറയും, ചിലപ്പോ 5 എന്നുള്ളത് ചിലപ്പോ 6 എന്നായിരിക്കും. അതിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ കാണാത്ത ചോദ്യങ്ങൾ ഒരിക്കലും എക്സാമിന് വരില്ല. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. നിങ്ങൾ കാണാത്ത ഒരു 6 ചോദ്യങ്ങൾ, അതായത് നിങ്ങൾ പ്രീവിയസ് ഇയർ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 60 സെറ്റ് പ്രീവിയസ് ഇയർ ചെയ്ത ആൾക്കാരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. 2 or 3 പ്രീവിയസ് ഇയർ ചെയ്തിട്ട് നമ്മള് 35 ഞാൻ കണ്ടതായിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു 60 സെറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു 2 സെറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 60 സെറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 60 സെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച്, പ്രീവിയസ് ഇയർ ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് 35 ചോദ്യങ്ങൾ അയാൾക്ക് ഡി ഐയും റീഡിങ്ങും ഞാൻ മാറ്റി നിർത്തുകയാണ്. 5 or 6 ചോദ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാം ചെയ്യാൻ പറ്റും. അത് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു എന്താണ് ഇരിപ്പ് വശം. അപ്പോ അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ആൻസർ കിട്ടും. ഈ 6 or 7 ചോദ്യങ്ങൾ ചിലപ്പം നിങ്ങൾ എത്ര പഠിച്ചാലും അല്ലെങ്കിൽ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അപ്പൊ അത് കുഴപ്പമില്ല. ബാക്കി നിങ്ങൾക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾക്ക് അറിയാത്തത് വന്നത് പ്രശ്നമില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ളത് അത്രയും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു അറബിക്കിന്റെ ഒക്കെ എക്സാം ഫസ്റ്റ് വീക്കിൽ വരാറുണ്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ലാംഗ്വേജ് ഒക്കെ ആദ്യം പോവാറുണ്ട്. ഇംഗ്ലീഷൊക്കെ മിക്കവാറും 1-ാം തീയതി തന്നെ നടക്കാനുള്ള സാധ്യതയാണ് നോക്കിയിട്ട് കാണുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ എല്ലാവരും അയച്ചല്ലോ അല്ലെ? കാരണം ആപ്ലിക്കേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പലർക്കും സൈൻ അപ്ലോഡ് ആവുന്നില്ല, പലർക്കും രജിസ്റ്റർ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ആധാർ നമ്പർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അത് ഇൻകറക്റ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കാതിരിക്കുക. കാരണം ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല ടെക്നിക്കൽ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കുറച്ച് ഒരു 11 മണിക്കൊക്കെ ശേഷം രാത്രി ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ചെയ്തു നോക്കുക. അപ്പൊ അധികം റഷ് അവർ അല്ലാത്ത സമയത്ത് ചെയ്താൽ അത് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് അപ്ലോഡ് ആവാനും അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോസസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അധികം സമയം വൈകിക്കാതെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക ലാസ്റ്റ് മൊമെന്റിൽ, ആ ഒരു ഹറിബറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ തിയറി കുറേ പഠിക്കുക എന്നുള്ളതിനേക്കാളും തിയറി നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എങ്ങനെ ചോദ്യം വരുന്നതെന്ന് അറിയണമല്ലോ. നിങ്ങൾ കുറെ തിയറി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ തിയറി പഠിക്കുന്നേ ഉള്ളൂ. ഈ തിയറി എങ്ങനെയാണ് ചോദ്യമായിട്ട് വരിക എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക വേണം. അപ്പൊ ആർക്കെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ കീയും, അതായത് വിത്ത് എക്സ്പ്ലനേഷൻ ഉള്ള ആൻസർ കീയും അയച്ചു തരാം. 2021 മുതൽ 2023 വരെയുള്ള 60ഓളം സെറ്റ് എന്റെ കയ്യിലുണ്ട്. അപ്പോ ഞാനത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാത്തത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാനത് വെറുതെ ഇങ്ങനെ, ഇപ്പൊ മൈൻഡ് മാപ്പ് എനിക്ക് തോന്നുന്നത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുവാണെങ്കിൽ ഞാൻ അയച്ചു തരാം. വേണം ഓക്കെ, വേണം മാം. 2-3 ദിവസമായിട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അത് എമ്മയുടെ അസൈൻമെന്റ്സ് എഴുതാനുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് എന്തായാലും ഞാൻ ചെയ്യും. ഞങ്ങളൊക്കെ ചെയ്യും. അല്ല അത് ഞാനിപ്പോ നിങ്ങൾക്ക് വെറുതെ, അതായത് മീൻസ് ഞാൻ നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നോണ്ടൊരു കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത്
ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആരും ചോദിച്ചു കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അയച്ചു തരാം. ഗ്രൂപ്പിലേക്ക് തന്നെ, ആക്ടിവിറ്റി ഗ്രൂപ്പിലേക്ക് തന്നെ അയച്ചാൽ മതിയോ? മതി മാം. ഞാൻ ഒരു ദിവസം മാമിനോട് ചോദിച്ചു കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ മേടിച്ചായിരുന്നു ഒരിക്കൽ. ഞാൻ ഓരോ സെറ്റ് ആയിട്ട് അയച്ചു തരാം. നിങ്ങൾ പ്രിന്റ് എടുക്കണം എന്നൊന്നുമില്ല, ഫോണിൽ തന്നെ നോക്കിയിട്ട് ചെയ്താലും മതി. പ്രിന്റ് എടുക്കാനൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കും, പിന്നെ ഒരുപാട് ക്യാഷ് ഒക്കെ ആവും. അപ്പൊ നിങ്ങൾ ലാപ്പിലൊക്കെ ഇട്ടിട്ട് കറക്റ്റ് 1 മണിക്കൂർ വെച്ചിട്ട് ചെയ്യുക. അത് കറക്റ്റ് 1 മണിക്കൂർ ചെയ്യുക. എന്നിട്ട് അതിന്റെ ആൻസർ കീ വെച്ച് നോക്കിയിട്ട് എത്ര എണ്ണം കറക്റ്റ് ആവുന്നുണ്ട്, എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. അതായത് 1 മണിക്കൂർ കറക്റ്റ് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ചെയ്യണം, എന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പൊ നിങ്ങൾ രാവിലെ ഒരെണ്ണം രാത്രി ഒരെണ്ണം എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇന്ന് രാത്രി ഒരെണ്ണം അയച്ചു തരാം, അതിന്റെ ആൻസർ കീ നാളെ രാവിലെ തരാം. എന്നിട്ട് നാളെ രാവിലെ ഒരെണ്ണം അയച്ചു തരാം, അതിന്റെ ആൻസർ കീ ബൈ ഈവനിങ് തരാം. എന്നിട്ട് രാത്രി ഒരെണ്ണം കൂടെ. അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഒരെണ്ണം രാത്രി ഒരെണ്ണം എന്നുള്ള രീതിയിൽ ചെയ്യാം. കറക്റ്റ് ടൈം വെച്ചും ചെയ്യണം. അതായത് 1 മണിക്കൂർ എന്നുള്ള ആ ഒരു ടൈം കറക്റ്റ് കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആയിരിക്കും. ഇനി 25 ചെയ്യാം. In a learner-centered teaching environment, ഒരു ലേണർ സെന്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് എൻവയൺമെന്റിൽ സ്റ്റുഡൻസ് എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദ്യം. ലേണർ സെന്റേർഡ് ആണ്. അപ്പൊ നമ്മുടെ കീവേഡ് ലേണർ സെന്റേർഡ് ആണ്. അപ്പൊ ലേണർ സെന്റേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എൻവയൺമെന്റിൽ കുട്ടികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ ഓൺ ലേണിംഗ്. ലേണർ സെന്റേർഡ് ആണ്. അപ്പൊ കുട്ടികൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ? ചെയ്യും. വരില്ലേ? അപ്പോ വരും. ഇനി പാസീവ് ലിസണേഴ്സ്, കുട്ടികൾ പാസീവ് ലിസണേഴ്സ് ആയിരിക്കുമോ? ഇല്ല. അത് എവിടെയാണ് വരിക? അത് ടീച്ചർ സെന്റേർഡിലാണ് കുട്ടികൾ പാസീവ് ലിസണേഴ്സ് ആവുക, അല്ലെ? ടീച്ചർ എന്തൊക്കെയോ പറയുന്നു, കുട്ടികൾ വെറുതെ ഇങ്ങനെ കേട്ട് തലയാട്ടിയിരിക്കുന്നത് എവിടെയാണ്? ടീച്ചർ സെന്റേർഡിലാണ്. ലേണർ സെന്റേർഡിൽ ഒരിക്കലും കുട്ടികൾ പാസീവ് ആവില്ല, ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്താലും മതി. ആക്റ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാസീവ് എന്താണെങ്കിലും വരില്ലല്ലോ. അപ്പൊ ബി വരില്ല. ഇനി സി നോക്കിയേ. ആർ കൺസിഡർഡ് ആസ് ഹാവിംഗ് സിമിലർ എബിലിറ്റീസ്. ലേണർ സെന്റേർഡ് ടീച്ചിങ്ങില് എല്ലാ കുട്ടികൾക്കും സിമിലർ ആയിട്ടുള്ള എബിലിറ്റി ആയിരിക്കുമോ? അല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ ടീച്ചർ സെന്റേർഡില് സിമിലർ എബിലിറ്റി ആയിരിക്കുമോ? ടീച്ചർ സെന്ററിൽ കുട്ടികളുടെ എബിലിറ്റീസ് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ലേണർ സെന്റേർഡ് ആവുമ്പത്തിനും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പരിഗണിച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നൽകണേ. വെരി ഗുഡ്. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ലേണർ സെന്റേർഡ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ അവിടെ നിലനിൽക്കുന്നത്. കാരണം എന്തിനാണ് ലേണർ സെന്റേർഡ് ആക്കുന്നത്? ടീച്ചർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ ടീച്ചർ ഒരു കാര്യം പഠിപ്പിക്കുന്നു. അത് ചിലപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും അത് കിട്ടുന്നുണ്ടാവുക. പക്ഷെ ടീച്ചർ അത് നോക്കുന്നില്ല. ചിലപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും അത് കൊടുക്കേണ്ടത്. പക്ഷെ ടീച്ചർ അതൊന്നും നോക്കുന്നില്ല. ടീച്ചർ എല്ലാവർക്കും കൂടി ജനറൽ ആയിട്ട് ഒരു കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കും. അത് ചിലപ്പോൾ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അവിടെ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കൺസിഡറേ ചെയ്യുന്നില്ല ഇവിടെ ലേണർ സെന്റേർഡിൽ. അതുകൊണ്ടാണ് നമ്മൾ ലേണർ സെന്റേർഡിൽ നിന്ന് മാറിയിട്ട് ടീച്ചർ സെന്റേർഡിൽ നിന്ന് മാറിയിട്ട് ലേണർ സെന്റേർഡിലേക്ക് പോകണം എന്ന് പറയുന്നത്. കാരണം ലേണർ സെന്റേർഡ് ആവുമ്പോൾ ഓരോ കുട്ടിയുടെ ഡിഫറൻസിനനുസരിച്ചിട്ട്, ഓരോ കുട്ടിയുടെയും കഴിവുകൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പൊ CBCS ഒക്കെ ലേണർ സെന്റേർഡ് ആണ്. കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ ആർ കൺസിഡർഡ് ആസ് ഹാവിംഗ് സിമിലർ എബിലിറ്റി അല്ല. ലേണർ സെന്റേർഡിൽ ഓരോ കുട്ടിക്കും എന്തായിരിക്കും? ഡിഫറെന്റ് എബിലിറ്റി ആയിരിക്കും. അപ്പൊ ആ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ലേണിംഗ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സി നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി സ്റ്റുഡൻസ് മേക്ക് ഡിസിഷൻ അബൌട്ട് വാട്ട് ആൻഡ് ഹൗ ദേ വിൽ ലേൺ. കുട്ടികളാണ് തീരുമാനം എടുക്കുന്നത് അവര് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. ഇനി അതിന്റെ അർത്ഥം കുട്ടികൾ സ്വന്തമായിട്ട് സിലബസ് ചെയ്യുന്നല്ല പറയുന്നത്. പക്ഷെ കുട്ടികൾക്ക് അതിനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതായത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് കുട്ടികൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് ലേണർ സെന്റേർഡിൽ. ടീച്ചർ സെന്റേർഡിലാവുമ്പോൾ എങ്ങനെ പഠിപ്പിക്കണം, ഏത് പഠിപ്പിക്കണം എന്ന് ടീച്ചറാണ് തീരുമാനിക്കുന്നത്. ലേണർ സെന്റേർഡിൽ വരുമ്പോഴത്തേക്കും അവിടെ ലേണറിന് കുറച്ചും കൂടി ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്. അതാണ്
വ്യത്യാസം. അപ്പൊ എ ആൻഡ് ഡി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? മാം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ രൂപത്തില് കഴിഞ്ഞ ദിവസം നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ചർച്ച ചെയ്തായിരുന്നു. ആ അപ്പൊ ഇങ്ങനെയൊക്കെ, അതായത് നമ്മൾ സിറ്റുവേഷൻ തന്നിട്ട് അതിൽ നിന്നൊക്കെ, അതായത് വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന്, ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമുക്ക് ഐഡിയ കിട്ടും. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോണ്ടുള്ള ഒരു ഗുണം അതാണ്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടേ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി ചിലപ്പോൾ ഇത് വേറെ ഈ പറഞ്ഞ പോലെ വേറെ രീതിയിൽ മാറ്റി ചോദിക്കാം. വേറെ രീതിയിൽ മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഫെമിലിയർ ആയതുകൊണ്ട് അത് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോണ്ടുള്ള ഒരു ഗുണം. ഇനി 26 നോക്കാം. Which among the following measures do not help students from disadvantaged communities? ഇതിനകത്ത് ഏത് മെഷർ ആണ് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള കുട്ടികളെ, ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രിവിലേജ്ഡ് അല്ലാത്ത കുട്ടികള്. അഡ്വാൻറ്റേജ്ഡ് അല്ല, ഡിസഡ്വാൻറ്റേജ്ഡ്. അഡ്വാൻറ്റേജ് ഇല്ലാത്ത കമ്മ്യൂണിറ്റിയിൽ പെട്ട കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരെ കംഫർട്ടബിൾ ആക്കാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇത്രയും ഓർത്താൽ മതി. ഇതിനകത്ത് ഏത് കാര്യമാണ് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് ഓൾറെഡി എന്തില്ല, റെപ്രസെന്റേഷൻ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി അവർ പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് അല്ല, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ അത്രയും നല്ല രീതിയിൽ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ കിട്ടാത്ത ആളുകൾ, ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കുട്ടികളെ കൂടുതൽ എന്താണ് ഡിസ്കംഫർട്ടബിൾ ആക്കുന്ന മെഷേഴ്സ് ഇതിനകത്ത് ഏതൊക്കെയാണെന്നാണ്. അതായത് ഡു നോട്ട് ഹെൽപ്പ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരെ അത്തരത്തിലുള്ള കുട്ടികളെ സഹായിക്കാത്ത അല്ലെങ്കിൽ ക്ലാസ്സിൽ അവർക്ക് കംഫർട്ട് കൊടുക്കാത്ത മെഷേഴ്സ് ഇതിനകത്ത് ഏതൊക്കെയാണെന്നാണ്. അതായത് ഓൾറെഡി അവർ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. കാരണം ചിലപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ തന്നെ എങ്ങനെയൊക്കെയോ ആയിരിക്കും അവർക്കൊരു സ്കൂളിൽ വരാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ ഒരിക്കലും ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കംഫർട്ടബിൾ ആക്കാത്ത മെഷേഴ്സ് ഇതിനകത്ത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓപ്ഷൻസിലേക്ക് പോവാം. എൻകറേജിങ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഓൾറെഡി അവർ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അവരെ നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നത് നല്ലതായിരിക്കില്ലേ? അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു? ഇല്ലല്ലോ. കാരണം അവരെ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് വിളിക്കുന്നത്. അതായത് ഇപ്പൊ ഇങ്ങനെ കാര്യം ആലോചിച്ചാൽ മതി. അതായത് ഒട്ടും മാർക്ക് കുറവുള്ള ഒരു കുട്ടിയെ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് കംഫർട്ടബിൾ അതായത് കുട്ടിയെ ഡിസ്കംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ കുട്ടിയോട് നമ്മൾ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ അവിടെ അത് കുട്ടീനെ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കംഫർട്ടബിൾ ആക്കുന്നില്ല. അപ്പൊ എ പറയാൻ പറ്റില്ല. ബി നോക്കിയേ, ആസ്കിങ് ദം ടു കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡി ഓൺലി. ഓൾറെഡി അവർ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ പറയുവാണ് എന്ത്, പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ ക്ലാസ് റൂമിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ ഗോത്രവർഗ്ഗങ്ങളിലൊക്കെ പെട്ട കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവന്നിരുന്നിട്ട് അവരുടെ അടുത്ത് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇത് പഠിക്കും, ഇത് കാണാതെ പഠിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ ചിലപ്പോൾ അവർ ക്ലാസ്സിൽ തന്നെ വരില്ല, അല്ലേ? അപ്പോ അതേസമയം അവരോട് പാട്ടുപാടി കൈകൊട്ടി പാടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ അവിടെ ബി ആണ് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ കംഫർട്ടബിൾ ആക്കാത്ത ഒരു കാര്യം. സിയും ഡിയും കൂടെ നോക്കാം. ഇൻവൈറ്റിംഗ് സക്സസ്ഫുൾ പേഴ്സൺസ് ഫ്രം ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റീസ്. അതായത് ഇവരെ പോലെയുള്ള ആളുകൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക. അപ്പൊ അത് അവർക്ക് കൂടുതൽ ഊർജം കൊടുക്കും, അല്ലെ? നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാൾ തന്നെ അതേ കണ്ടോ, അയാളിപ്പോ അതേ കളക്ടറായി എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് അതൊരു മോട്ടിവേഷൻ ആണല്ലേ. ശരിയാ, അപ്പൊ ഞാനും പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും ഇതേപോലെ ആവാം എന്നുള്ള ഒരു പോസിറ്റിവിറ്റി അവിടെ വരും. അപ്പൊ അതൊരിക്കലും ഡിസ്കംഫർട്ടബിൾ ആക്കില്ല കുട്ടികൾ. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ, ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സ്ട്രഗിൾസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ജെനുവിൻലി. അവരുടെ സ്ട്രഗിൾസിനെയും ഡിഫിക്കൽട്ടീസിനെയും നമ്മൾ ജെനുവിൻലി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് പോസിറ്റീവ് അല്ലേ, നെഗറ്റീവ് അല്ലല്ലോ. അപ്പോ ഡിയും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പോസിറ്റീവ് അല്ലാത്തത് ഏത് മാത്രമാണ്? ബി ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? ഏത് കുട്ടിക്കും സ്യൂട്ടായ കാര്യമാണ് ഇത്, അല്ലേ? അതെ. പ്രത്യേകിച്ച് ഇവിടെ ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റി എന്ന് എടുത്തു പറയാൻ കാരണം ചിലപ്പം ഒരു അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അത്രയും പ്രശ്നം വരില്ല. അത്
ഇപ്പൊ നമ്മൾ പക്ഷെ നിലവില് പ്രശ്നമാണ് മാം, നിലവില് പ്രശ്നമാണ്. എന്റെ കുട്ടി കിനസ്തെറ്റിക് ലേണറാണ്, എന്നർ ചൈൽഡ്. അവൻ എന്താണ് സയന്റിഫിക് എക്സ്പെരിമെന്റിലൊക്കെ ഒരു ഇരുന്ന് പഠിക്കുന്ന ലേണറല്ല. അത് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ മാർക്ക് ആഗ്രഹിച്ച ടീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, കോഡിങ്ങിലൊക്കെയാണ് താല്പര്യം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത് അവര് ഡീമോട്ടിവേറ്റ് ചെയ്തു. അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെയുള്ള ഒരു കാര്യത്തിലും പങ്കെടുത്തില്ല. സോ പഠനത്തിലും പുറകോട്ട് പോയി ഓട്ടോമാറ്റിക്കലി. കാരണം അവർക്ക് ഇഷ്ടമുള്ള അത് കാര്യം വല്ലാതെ ബാധിച്ചു, അവന്റെ പേഴ്സണാലിറ്റിനെ തന്നെ ബാധിച്ചു. ബാധിക്കും. അത് ശരിയാ. പിന്നെ ഇപ്പൊ സ്കൂളിന്റെ കരിക്കുലം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മൾട്ടിപ്ലിസിറ്റി അവര് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പഠിത്തം അവര് മാർക്ക് അതിനെ മാത്രമാണ്. കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഇപ്പോഴും നമ്മൾ എന്തൊക്കെ ലേണർ സെന്റേർഡ് കരിക്കുലം ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഈ പറയുന്ന സിസ്റ്റം ഒക്കെ. NEP 2020 ഒക്കെ പേപ്പറിൽ മാത്രമല്ലേ? എനിക്ക് തോന്നുന്നില്ല ഒരു 10 വർഷം കഴിഞ്ഞാൽ NEP 2020 ഒരു കാര്യം പോലും നടപ്പിലാവുന്നു. കാരണം ശരിക്കും ഒരു ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത ഒരു ഇതാണ്. ഞാൻ പറയുന്നത് ഉള്ള കരിക്കുലം തന്നെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങൾ നടത്തുകയും ചെയ്യാതെ പുതിയ ഒരു ഇത് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ട് തോന്നുള്ളൂ. കാരണം ഇപ്പോഴും കമ്പാരിസണാ. എന്താണ് എൽഡർ സണ്ണ് ഫുൾ A+ വാങ്ങിയപ്പോ അത് ഭയങ്കര കമ്പാരിസണായി. എന്നുവെച്ചാൽ കുറെ കാര്യങ്ങൾ അതുകൊണ്ട് ഈ തവണ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായി. ഈ പോയിന്റ് ഒക്കെ വായിക്കുമ്പോ സങ്കടം വരാ ശരിക്കും. അതെ. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പോയിന്റ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് നമ്മൾ പുതിയ കരിക്കുലം കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇപ്പൊ ഈ പറയുന്ന NEP 2020 പറയുന്ന ഈ നമ്മുടെ GER ഉണ്ടല്ലോ, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, അത് ഇപ്പോഴും അവര് 2030 ആകുമ്പോഴത്തേക്ക് ഇത്ര % ആവണമെന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും വളരെ കുറവാണ്. അപ്പൊ വെറുതെ നമ്മൾ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളൊക്കെ പോലെ വെറുതെ കുറെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ എന്തൊക്കെയോ എഡ്യൂക്കേഷനിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ട് കുറെ എഡ്യൂക്കേഷൻ പോളിസികൾ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ എത്രത്തോളം നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുന്നില്ല. ഇനി വേറൊരു കാര്യം, ഈ NEP 2020 ഇപ്പൊ നമ്മൾ കോളേജിൽ നമ്മൾ നടപ്പിലാക്കുവാണ്. എത്ര പേര് NEP ഇപ്പൊ ഞാൻ പറയുന്നത് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എത്ര പേര് NEP 2020 റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവും? 100 അധ്യാപകരുള്ള ഒരു കോളേജിൽ ചിലപ്പോ 5 പേര് വായിച്ചു കാണും. ഉറപ്പുള്ള കാര്യമാണ്, 5 പേര് വായിച്ചു കാണും. കാരണം അവരുടെ സാലറീനെ അത് ബാധിക്കുന്നില്ല. മാസം അവസാനം ആകുമ്പോൾ NEP 2020 റിപ്പോർട്ട് വായിച്ചാലും വായിച്ചില്ലെങ്കിലും അവരുടെ അക്കൗണ്ടിൽ സാലറി വരും. അപ്പൊ അതുകൊണ്ട് അവരത് വായിക്കുന്നില്ല, അവർക്കത് അറിയില്ല. അത് അറിയാത്തിടത്തോളം എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുക? കാരണം ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കോളേജിലെ പ്രിൻസിപ്പള്, കോളേജിലെ അധ്യാപകര്, ഇവരൊക്കെയാണ്. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആളുകൾ അത് വായിക്കാത്തിടത്തോളം ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? അപ്പൊ ഇതിനകത്ത് പറയുന്ന ഏതെങ്കിലും 1-2 കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇപ്പൊ ഈ 4 വർഷമാക്കി, ഡിഗ്രി 4 വർഷമാക്കി. നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ കേരളത്തിലേക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സിലബസ് 4 വർഷത്തിലേക്ക് ഒന്നങ്ങ് വലിച്ചു നീട്ടും. അത്രേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ ഈ 4 വർഷം ഡിഗ്രി പഠിച്ച ആളും 3 വർഷം ഡിഗ്രി പഠിച്ച ആളും തമ്മിൽ എന്താ വ്യത്യാസം? 1 വർഷം ഏറെ പഠിച്ചു, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് വേറെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഒരു സെമസ്റ്ററിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി എടുത്ത് ഇപ്പുറത്തെ ഒരു ഇയറും കൂടി ഉണ്ടാക്കിയെടുക്കും. അതാണ് നമ്മളിവിടെ സംഭവിക്കുന്നത്. അതുപോലെ സിലബസ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? കുറച്ച് സംഭവങ്ങൾ എടുത്തു കളയും, 1-2 ടോപ്പിക്ക് അവിടെ എടുത്തു വെക്കും. അതല്ലാണ്ട് കാലോചിതമായിട്ടുള്ള ഒരു സിലബസ് റീസ്ട്രക്ചറിങ് നടക്കുന്നില്ല. അതായത് നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്തായിരിക്കണം പഠിക്കേണ്ടത്, അത് ഓരോരോ സബ്ജക്റ്റിനും അനുസരിച്ചിട്ട് നമ്മുടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് ആ രീതിയിലേക്ക് സിലബസ് റീസ്ട്രക്ചറിങ് വരുന്നില്ല. നമ്മുടെ ഇവിടുത്തെ സിലബസ് റീസ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ ഒരു 2 ടോപ്പിക്ക് എടുത്തു കളയുന്നു, പകരം ഒരു ടോപ്പിക്ക് അവിടെ പുതിയത് കയറ്റുന്നു. ഇതാണ് സിലബസ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. പക്ഷെ അതല്ല ശരിക്കും സിലബസ് റീസ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലത്തിനനുസരിച്ചിട്ട് ആ സിലബസിൽ എന്തൊക്കെ ചേഞ്ച് ആണ് വരേണ്ടത്, നമ്മുടെ കറന്റ് ആയിട്ടുള്ള സെനേറിയോ അനുസരിച്ച്. ഇപ്പൊ ജോഗ്രഫിയിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ സാഹിത്യം പഠിക്കുന്നതാണെങ്കിൽ കറന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സയൻസ് പഠിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന
വൈറസിനെ പറ്റിയിട്ടും നമ്മൾ ഈ കോവിഡിന്റെ ഒക്കെ സാഹചര്യത്തിൽ കോവിഡിനെ പറ്റിയിട്ടുള്ള ഒരു പേപ്പർ ശരിക്കും പറഞ്ഞാൽ അവർ ആഡ് ചെയ്യണം. മൈക്രോബയോളജി ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ശരിക്കും സിലബസ് റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അങ്ങനത്തെ ടോപ്പിക്കുകൾ ആഡ് ചെയ്യുക, പുതിയ വൈറസുകളെ പറ്റിയിട്ട്. അപ്പോഴല്ലേ കുട്ടികൾ അപ്ഡേറ്റഡ് ആവുള്ളൂ. അല്ലാതെ പണ്ട് കാലത്ത് വസൂരി വന്നതിനെ പറ്റിയിട്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കേണ്ടെന്നല്ല, പ്ലസ് നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് കറന്റ് ആയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ആപ്ലിക്കബിലിറ്റി വരുമ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്നത്. കാരണം നമ്മൾ പണ്ട് കാലത്തുള്ളത് എപ്പോഴും പഠിക്കുന്നുള്ളൂ. നമ്മൾ ഒരിക്കലും റീസെന്റ് ആയിട്ടുള്ള നമുക്കിത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവും നമ്മൾ പഠിക്കുന്നില്ല. ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ കമ്പനി എന്ത് കൊടുക്കുകയാണ്? ട്രെയിനിങ് കൊടുക്കുകയാണ് അല്ലേ? അപ്പോ അവർ ഈ എഞ്ചിനീയറിംഗിൽ എന്താ പഠിക്കുന്നത്? ഈ 4 വർഷം കമ്പനി ഒരു 6 മാസമൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് കമ്പനിക്ക് വേണ്ട രീതിയിൽ ആ കാൻഡിഡേറ്റിനെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എഞ്ചിനീയറിംഗ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സിൽ പോലും അതിന്റെ ഒരു ആപ്ലിക്കബിലിറ്റി ലെവലിലേക്ക് കുട്ടികൾ എത്തുന്നില്ല. കമ്പനികൾ പിന്നെ അവർക്ക് വേണ്ട രീതിയിൽ കാൻഡിഡേറ്റ്സിനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കരിക്കുലത്തിന്റെ പ്രശ്നമാണ്. ഓക്കെ, നമ്മള് വിഷയത്തിൽ നിന്ന് ഒരുപാട് തെന്നി മാറി. നമുക്ക് 27 മുതലുള്ള ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം അത് കുറച്ച് പറയാനുണ്ട്. കോൺസെപ്റ്റ് ആണ്, കൺജങ്ക്റ്റീവ്, ഡിസ്റ്റിങ്ക്റ്റീവ് ഒക്കെ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.